തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം പിടിക്കാൻ പൊരിഞ്ഞ പോരാണ് മുന്നണികൾ നടത്തുന്നത്. 4 നിയമസഭാ മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, അതുപോലെ തന്നെ കഴക്കൂട്ടം. 4 നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ വാർഡുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പെടുന്ന വാർഡുകളാണ്. ഒപ്പം കോവളം മണ്ഡലത്തിലെ 4 വാർഡുകളും ചേരുമ്പോൾ 101 വാർഡുകൾ ചേർന്ന് അതിബൃഹത്തായ ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ പോര് സംസ്ഥാനത്തെ ആകെ പോരിന് മാറ്റുകൂട്ടുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ ആകെ കണ്ണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രമെടുക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ തിരുവനന്തപുരം മേയറായിരുന്നു. വി ശിവൻകുട്ടി, ജയൻ ബാബു, ജെ ചന്ദ്ര, അതിനുശേഷം ഏറ്റവും ഒടുവിൽ വരുമ്പോൾ പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതിക്ക് അർഹയായ ആര്യ രാജേന്ദ്രനാണ് ഇപ്പോഴത്തെ മേയർ. ഇനി തലസ്ഥാനത്തെ രാഷ്ട്രീയ കണക്കുകൾ എങ്ങനെയാണ്? തലസ്ഥാനത്തെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ 51 സീറ്റിൻ്റെ കൃത്യമായ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുക എന്ന വാശിയിലാണ് ഇടതുമുന്നണി. എല്ലായിടത്തും അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് വിജയ പ്രതീക്ഷയുണ്ട് എന്നത് തന്നെയാണ് LDFിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. മുമ്പ് ജയൻ ബാബു മേയർ സ്ഥാനാർത്ഥിയാണ്, മേയറാകും എന്ന് മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ചരിത്രവും തിരുവനന്തപുരത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയായി 3 പേർ മത്സരിക്കുന്നു. ഒന്ന് വഞ്ചിയൂർ ബാബു. വഞ്ചിയൂർ വാർഡിൽ തന്നെയാണ് ബാബു മത്സരിക്കുന്നത്. ബാബു കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ എടുത്തിട്ട് അമ്മാനമാടിയത് ബാബുവിന് മാത്രമല്ല, തിരുവനന്തപുരത്തെ പാർട്ടിക്ക് ആകെ ക്ഷീണമായി എന്ന ഒരു കുറവ് ഒഴിച്ചു നിർത്തിയാൽ ബാബു വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവജി മത്സരിക്കുന്നത് പുന്നയ്ക്കാമുകളിലാണ്. പുന്നയ്ക്കാമുകളിലും വിജയപ്രതീക്ഷയോടെയാണ് ശിവജി അംഗം കുറിച്ചിരിക്കുന്നത്. മുൻ മേയർ ശ്രീകുമാർ ചാക്ക വാർഡിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഈ 3 പേരും വിജയപ്രതീക്ഷയിലാണ്. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ആകും മേയർ എന്നാണ് തിരുവനന്തപുരം സ്വദേശികളുടെ ഒരു ധാരണ. ഇനി ഇവരെ 3 പേരെയും തോൽപ്പിക്കുമോ, ഇവരിൽ ആരെങ്കിലുമൊക്കെ ജയിച്ചു വരുമോ എന്നൊക്കെ ഇനി കണ്ടറിയണം. കാരണം CPM ആരെയാണോ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച് കളത്തിലിറക്കുന്നത് അവരെ തോൽപ്പിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ഇടതുമുന്നണിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയല്ല. ഒരു മുന്നണിയും താറടിച്ചു കാണിക്കുന്നത് ഈ അവസരത്തിൽ ഉചിതവും അല്ല. മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കുമ്പോൾ ഇടതുമുന്നണിയിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ. SP ദീപക് പേട്ടയിൽ മത്സരിക്കുന്നു. അവിടെ അഴിമതിക്കാരനും കൈക്കൂലിക്കാരനെന്ന് ജനം വിളിച്ചു പറയുന്ന D അനിൽകുമാറാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി അശോക് കുമാറാണ് ആ വാർഡിൽ മത്സരിക്കുന്നത്. BJPയുടെ വോട്ട് കൊണ്ടാണ് താൻ ജയിച്ചിരുന്നതെന്ന് D അനിൽകുമാർ പലയിടങ്ങളിലും പറഞ്ഞ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇക്കുറി അശോക് കുമാർ സ്ഥാനാർത്ഥിയാകുമ്പോൾ BJPയുടെ വോട്ടുകൾ അശോക് കുമാറിൽ തന്നെ കേന്ദ്രീകരിക്കും. D അനിൽകുമാറിന് ലഭിക്കുകയില്ല എന്ന പരാജയഭീതി D അനിൽകുമാറിന് ഉണ്ട്. അതുകൊണ്ട് കരുത്തനായ LDF സ്ഥാനാർത്ഥി ദീപക്കിനാണ് വിജയസാധ്യത പേട്ട വാർഡിൽ കൂടുതലുള്ളത്. അതുപോലെ വിശദമായി പോകുന്നില്ല ഞാൻ. ദീപക്കിന്റെ കാര്യം പറഞ്ഞു. കുന്നുകുഴിയിൽ മേരി പുഷ്പവും IP ബിനുവും തമ്മിലാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. അവിടെ IP ബിനുവിനെ വീഡിയോകൾ കാണുമ്പോൾ അറിയാം നമുക്ക് ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്ന്. IP ബിനു ഇടത് സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ഇടത് സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ റീന വില്യംസ് പാളയത്ത് വളരെ ബഹുമാനത്തിനുടമയായ അഭിഭാഷകയാണ് റീന. അവിടെ ജയം ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ കേശവദാസപുരത്ത് ശ്യാമ തുടങ്ങിയ യുവ നേതാക്കൾ, അമൃത, അവരൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഇനി UDFിൻ്റെ കാൻഡിഡേറ്റ് പട്ടിക നോക്കിക്കഴിഞ്ഞാൽ CPMൽ ജില്ലാ സെക്രട്ടറി വി ജോയിയും അതുപോലെ മുൻ മേയറും ഇപ്പോഴത്തെ MLAയുമായ VK പ്രശാന്ത്, ഇവരൊക്കെ ആണ് ഇലക്ഷന് ചുക്കാൻ പിടിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വവുമൊക്കെ തിരുവനന്തപുരത്തെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണവും മൈക്ക് സെറ്റും കൺവെൻഷനും ഒക്കെ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. UDFിൻ്റെ ക്യാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ K മുരളീധരനാണ് ഇലക്ഷൻ്റെ അമരത്തുള്ളത്. K മുരളീധരനാണ് ചുക്കാൻ പിടിക്കുന്നത്. ഈ 4
നിയമസഭാ മണ്ഡലങ്ങൾ കോവളത്തിൻ്റെ 4 വാർഡുകൾ കൂടി ഉൾപ്പെട്ട് നോക്കുമ്പോൾ 3 മുന്നണികൾക്കും അവിടെ സ്വാധീനമുണ്ട്. വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിൽ BJPക്ക് നല്ല സ്വാധീനമാണുള്ളത്. അവിടെ ഇടതുമുന്നണിക്കും കോൺഗ്രസിനും സ്വാധീനം കുറവ് എന്നല്ല ഞാൻ പറയുന്നത്. നേമത്ത് ഒരിക്കൽ ഒ രാജഗോപാൽ ജയിച്ച കാര്യവും നിങ്ങൾക്കറിയാം. വട്ടിയൂർക്കാവിൽ UDFന്റെ പല സിറ്റിംഗ് സീറ്റുകളും ഇപ്പോൾ BJPയുടെ കൈവശമാണ്. അതൊരു വലിയ തിരിച്ചടി ആയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസിൻ്റെ പട്ടിക നോക്കുകയാണെങ്കിൽ KS ശബരിനാഥാണ് മേയർ സ്ഥാനാർത്ഥി. യുവാവിനെ രംഗത്തിറക്കി, അല്ലെങ്കിൽ യുവ പ്രതിഭയെ രംഗത്തിറക്കി പാർട്ടി അധികാരം പിടിക്കും, തിരുവനന്തപുരത്തെ മേയർ കസേര പിടിക്കും എന്ന ഉറപ്പോടുകൂടി ലക്ഷ്യത്തോടു കൂടിയുമാണ് UDF മുന്നോട്ട് പോകുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ പലയിടത്തും ബലഹീനരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്, UDF നിർത്തിയിട്ടുള്ളത്. ഈ KS ശബരിനാഥിൻ്റെയും K മുരളീധരൻ്റെയും മുഖം മാത്രം കണ്ട് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ അതോ ഇനി BJPക്ക് വോട്ട് ചെയ്യുമോ എന്ന് കണ്ടറിയണം. കാരണം മറ്റൊന്നുമല്ല, 2010 42 വാർഡുകൾ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. 42 പേർ അടങ്ങിയ പ്രതിപക്ഷവും വളരെ കരുത്തുറ്റ പ്രതിപക്ഷമായിരുന്നു അന്ന് 42 പേരോടുകൂടി കോൺഗ്രസ് മുന്നിട്ട് നിന്ന UDFനുണ്ടായിരുന്നത്. എന്നാൽ 10 വർഷത്തിന് ശേഷം 2020 ആയപ്പോൾ വെറും 10 ഒതുങ്ങി അവരുടെ സ്ട്രെങ്ത്, വെറും 10 പേർ. ആ അവസരത്തിൽ BJPയുടെ വളർച്ച എന്ന് പറയുകയാണെങ്കിൽ UDFന് പറയാൻ വേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ. അവർ 42-ൽ നിന്ന് 10-ലേക്ക് പോയി. ഇനി 0-ലേക്ക് പോകാതിരുന്നാൽ അവർക്ക് കൊള്ളാം. പക്ഷേ ഇക്കുറി അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. അതൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. അത് ഗുണം ചെയ്യുമ്പോൾ തന്നെ എത്രമാത്രം വോട്ടായി മാറും, എത്രമാത്രം വോട്ട് BJPയിലേക്ക് പോകും എന്നൊക്കെയുള്ള ഭയം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ട്. BJPയുടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ജി തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇലക്ഷൻ നിയന്ത്രിക്കുന്നത്. BJPയിലും പ്രതീക്ഷ വയ്ക്കുന്നത് വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിലെ സീറ്റാണ്. BJPക്ക് ഇക്കുറി ഉള്ളത്, അതായത് BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 2015 BJPക്ക് നാമമാത്രമായ സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2020 ആകുമ്പോഴേക്കും 35 വാർഡുകളിൽ BJP കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. 2015 43 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. 2020 ആകുമ്പോഴേക്കും 52 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇനിയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പലയിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് വന്നു കയറിയവരും മുൻ DGP, ബഹുമുഖ പ്രതിഭകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് BJP സ്ഥാനാർത്ഥികളായി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് കാശിന് പഞ്ഞമൊന്നുമില്ല. കേന്ദ്ര BJP ഫണ്ടിൽ നിന്നാണ് ധാരാളം പണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രചരണമൊക്കെ ഗംഭീരമായാണ് നടത്തുന്നത്. നിയമമണ്ഡലം പ്രസ്റ്റീജ് മണ്ഡലമാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റിന് സീറ്റ് കൊടുക്കാതെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരൻ അവിടെ സീറ്റ് കൊടുത്തത്, മുളവൻമുകൾ വാർഡിൽ സീറ്റ് കൊടുത്തതൊക്കെ ഏറെ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. RSSും BJPയും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന സ്വരത പുലർത്തുന്ന വാർഡുകളും തിരുവനന്തപുരത്ത് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടത് കോട്ടയായി നിൽക്കുന്ന തിരുവനന്തപുരം, 3 പതിറ്റാണ്ടായി ചെങ്കോട്ടയായി നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ നിരവധി സമരങ്ങളും നിരവധി പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചത് മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ BJP ആയിരുന്നു. അങ്ങനെ BJPക്ക് ഒരു മേൽക്കൈ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് അത് എത്രമാത്രം ഫലവത്താകും, എത്രമാത്രം വോട്ടായി മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും തലസ്ഥാനം പിടിച്ചടക്കാൻ അങ്കക്കലിമൂത്ത് അങ്കപ്പോര് മുറുകുകയാണ് തിരുവനന്തപുരത്ത്.